എല്ലാം മറൈൻ പ്ലൈവുഡ് ആണ്. കാലിബ്രേറ്റഡ് മറൈൻ പ്ലൈവുഡ്. കംപ്ലീറ്റ്ലി ഒരു ഷോക്കേസ് കൺസെപ്റ്റ് അല്ല സാർ. നമ്മുടെ എല്ലാം മറൈൻ പ്ലൈവുഡ് ആണ്. ഈ കൊടുത്തേക്കുന്നത് WPCയുടെ ലൂവേഴ്സ് പാനലിംഗ് ആണ്. ലോഞ്ചറാണ് ചെയ്തത്. അതെ അതെ. TV ആയതുകൊണ്ട് തന്നെ ഇവിടെ ലോഞ്ചർ ചെയ്യുന്നോണ്ട് എടുത്ത് പറയാത്താണ്. ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ 6x4 ഒരു നാനോ വൈറ്റ് കോമ്പിനേഷൻ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ടോപ്പ് ആണ്. അല്ലേ? ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് വാർഡ്രോബ് ചെയ്തിരിക്കുക. ബേവിന്റെ നമ്മുടെ ഗ്ലാസിന്റെ പോർഷൻസുകളെല്ലാം നമ്മുടെ വർക്കോസ്കോപ്പി വരുന്നതാണ്. നമസ്കാരം. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഇൻറ്റീരിയറാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക, അതിൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ചെയ്യുക. ആ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണെന്ന് കൃത്യമായിട്ട് കസ്റ്റമറെ ബോധിപ്പിക്കുക, ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പത്തനംതിട്ടയിൽ കോന്നിയിൽ ആക്ഷൻ ഇൻറ്റീരിയേഴ്സാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. മുൻപ് ഞാൻ ഇവരുടെ വീഡിയോ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. ജിതിൻ അവരുടെ ഫേമാണ് ഇവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ഡിസൈൻ അടക്കം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആക്ഷൻ ഇൻറ്റീരിയേഴ്സാണ്. കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ജിതനുണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെ മനക്കിലേക്ക് സ്വാഗതം. ഓക്കെ. ഇതിന് നമ്മുടെ ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഓഫീസ് പറഞ്ഞിരുന്നു. കറക്റ്റ് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? നമ്മൾ തിരുവല്ല ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണ്. കാരണം ആർഷ്യൽ ഇന്റീരിയേഴ്സ്. നമ്മുടെ ഫാക്ടറി യൂണിറ്റ് വരുന്നത് പുല്ലാടെന്ന് പറയും. പുല്ലാട് കുറുങ്ങഴ. കുറുങ്ങഴ. അതായത് എനിക്ക് തോന്നുന്നു പുല്ലാട് ജംഗ്ഷനിൽ നിന്ന് കോട്ടയം പോകുന്ന റോഡിലാണ്. റോഡ് സൈഡ് തന്നെയാണ്. ജിവിന്റെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും. ഞാൻ നിരന്തരം മാസത്തിൽ 2-3 പ്രാവശ്യം പാസ് ചെയ്തു പോകുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഞാനതൊന്ന് എടുത്തു പറയാനായിട്ടുള്ള റീസൺ. പിന്നെ നമ്മുടെ ഡിസൈനിങ് തന്നെ നമുക്കൊരു സ്പേസ് ഉണ്ട്, ഓഫീസ് സ്പേസ് ഉണ്ട്. വെണ്ണിക്കുളം. അത് സെപ്പറേറ്റ് അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഒരു സ്റ്റുഡിയോ പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്കെന്നാൽ കൂടുതൽ മുഖവുരകളൊന്നും ഇല്ല, ഇതിനെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഇതിന്റെ ഔട്ട് ആൻഡ് ഔട്ട് ഇന്റീരിയർ, ഈവൻ എനിക്ക് തോന്നുന്നു ഫർണിച്ചർ ഡിസൈൻ അടക്കം നമ്മുടെ പ്രൊജക്ട് ആണ്. അതെ. സ്ട്രക്ചർ കഴിഞ്ഞ് കംപ്ലീറ്റ് ഈവൻ കർട്ടൻ വരെ നമ്മൾ ടെക്സ്ചർ വർക്ക് ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് പ്രോജക്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തേക്കുക. ഓക്കെ. കർട്ടൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഷീറും ബ്ലാക്ക് ഔട്ടും അടക്കം, പിന്നെ മെയിൻ ആയിട്ട് മുകളിലോട്ട് വന്നത് കോവ് ചെയ്താൽ ചെയ്തിരിക്കും. അതെ. നമ്മള് ഹൈറ്റ് കൂടുതൽ ഫീൽ ചെയ്യാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് എല്ലാ കർട്ടൻസും ഓൾമോസ്റ്റ് വന്നേക്കുന്നത് സീലിംഗ് തന്നെ നമ്മൾ ചെയ്തിരിക്കുക. സീലിംഗ് ജിപ്സം ആണ് അല്ലേ? ഫുൾ ജിപ്സം ചെയ്തേക്കുന്നത്. യെസ്. പിന്നെ പ്രധാനമായിട്ട് ഇങ്ങനെ കുറെ എലമെന്റ്സ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യും. അതെ. നമ്മൾ എല്ലാ ബോൾസും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ബോർഡ് ഏതാ യൂസ് ചെയ്തിരിക്കണേ? എല്ലാം മറൈൻ പ്ലൈവുഡ് ആണ്. കാലിബ്രേറ്റഡ് മറൈൻ പ്ലൈവുഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? യെസ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ കളർ കോമ്പിനേഷൻ നിങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ. കാര്യം റെഡ്, അതുപോലെ തന്നെ ഡാർക്ക്, ദെൻ വെയിൻസ്കോട്ടയില് ഗോൾഡ് കളർ, ആ ഗോൾഡ് കളർ ഇവിടെ, ദെൻ ഗോൾഡ് ലെഗ് വിത്ത് പൗഡർ കോട്ടറാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇതൊക്കെ നമ്മുടെ എല്ലാം കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്, ഡിസൈൻ ചെയ്ത് അതനുസരിച്ചിട്ട് മേക്ക് ചെയ്തെടുത്തേക്കുന്നത്. യെസ്. ഡിസൈനിൽ ഉണ്ടായിരുന്നു എന്ത് വേണമെന്നുള്ളത്, ഡിസൈനിൽ ഉണ്ടായിരുന്നു എന്ത് വേണമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ സെന്റർ ടേബിൾ അടക്കം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു റോയൽ ഓക്കിന്റെ പ്രൊഡക്റ്റ് അല്ലേ? അതെ. യെസ്. റോയൽ ഓക്കിന്റെ പ്രൊഡക്റ്റിനായിട്ടുള്ള ചില സിഗ്നേച്ചർ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കാഴ്ചയിലുള്ളത് പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സെപ്പറേഷൻ കംപ്ലീറ്റ്ലി ഒരു ഷോക്കേസ് കൺസെപ്റ്റ് അല്ല സാർ. നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഡെക്കറേറ്റീവ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്യുന്നതാണ്. ഒരു സിമ്പിൾ ആയിട്ട് തന്നെ എന്നാൽ ഒരു ഫീൽ വരുന്ന രീതിയിൽ തന്നെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഈ ഒരു ഏരിയ എന്താ പറയാ, ഒരു പ്രൈവറ്റ് സ്പേസുകൾ ധാരാളമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെ. ഒരു കൺസോൾ ടേബിൾ നമ്മൾ മേക്ക് ചെയ്ത് ഒരു സ്പിരിച്വൽ ഫീൽ വരുന്ന രീതിയിലാണ് സ്പേസിന്. കാരണം തൊട്ടപ്പുറത്ത് നമ്മളൊരു ഗ്ലാസ് വിൻഡോ, കൂടുതൽ ബ്രിക്ക്, നമ്മൾ ഈ വീടിന്റെ പല ഭാഗത്ത് നമുക്കൊരു ഓപ്പണിംഗ് വെളിയിലോട്ടുണ്ട് ഗ്ലാസ്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ആ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തത്. ഈ സ്വിംഗും നമ്മുടെ ഡിസൈനിലുണ്ടായിരുന്നു, നമ്മുടെ ഡിസൈൻ തന്നെ ഉണ്ടായിരുന്നതാണ് അങ്ങനെ ചെയ്തത്. അതെ. ഇതില് പ്രധാനമായിട്ടും നമുക്കിവിടെ ഒരു പൂജ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പൂജ യൂണിറ്റ് ഔട്ട്സൈഡ് ആണ്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് അടുത്തതിലോട്ട് പോകാം. തീർച്ചയായിട്ടും. ഇതാണ് പൂജാ റൂമാണ്, പൂജ യൂണിറ്റ് അല്ലേ ഇതിനെ? അതെ. തീർച്ചയായിട്ടും. ഇതെങ്ങനെ വേണേൽ ചെയ്യാം. ഒരു കസ്റ്റമർക്ക് എങ്ങനെ ചെയ്യണോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ബഡ്ജറ്റ് അനുസരിച്ചിട്ട് സിമ്പിളായിട്ടും നമുക്ക് ഇച്ചിരി
ഇതുപോലത്തെ ഒരു മോഡൽസുകൾ കൊടുത്തും എങ്ങനെ വേണമെങ്കിലും നമുക്കത് കൺസെപ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മറൈൻ പ്ലൈവുഡോ അതോ ഇതിൽ നമ്മൾ ആ ഗ്രൂവിംഗ് വർക്ക്, അതായത് CNC വർക്കുകൾ ചെയ്തേക്കുന്നതെല്ലാം നമ്മൾ PVC ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി കാർക്കേസും കാര്യങ്ങളും എല്ലാം മറൈൻ പ്ലൈവുഡിലുമാണ്. മയിൽപീലി CNC ഇരിക്കുന്ന ഉൾപ്പെടെ PVC ബോർഡിലാണ്. ഇത് നമുക്ക് ലിവിംഗിലേക്ക് നീങ്ങാം. ഓപ്പൺ കോൺസെപ്റ്റ് ആണ് അല്ലേ? അതെ അതെ, കംപ്ലീറ്റ്ലി എല്ലാം നമ്മളൊരു ഓപ്പൺ സ്പേസിലാണ്. ഇവിടെ നമ്മൾ ഇത് ഒരു ഏരിയ തന്നെ, അതായത് TV യൂണിറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇത് മറൈൻ പ്ലൈവുഡ് ആണോ? ഇതിനെ എല്ലാം മറൈൻ പ്ലൈവുഡ് ആണ്. ഈ കൊടുത്തേക്കുന്നത് WPCയുടെ ലൂവേഴ്സ് പാനലിംഗ് ആണ്. ലൂവറാ കൊടുത്തിരിക്കുന്നത്. ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ. ഇതിൽ എടുത്തു പറയേണ്ടത് ഇവിടെ പിന്നെ സീലിംഗിലേക്ക് മുഴുവൻ നമ്മുടെ ജിപ്സവും അതുപോലെ തന്നെ പാനലിംഗും ചെയ്തിട്ടുണ്ട്. അതെ അതെ, നമ്മുടെ ആ ഒരു വുഡിന്റെ ഒരു ടച്ച് കൺസെപ്റ്റ് ചെയ്ത് തന്നെയാണ് സീലിംഗ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് കോർണർ സോഫ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലോഞ്ചറാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, TV ആയതുകൊണ്ട് തന്നെ ഇവിടെ ലോഞ്ചർ കൊടുത്തിരിക്കുന്നു. നടുക്ക് സെന്റർ ടേബിൾ റഗും വന്നിട്ടുണ്ട്. ആ കളർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, കളർ മാക്സിമം കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. TV യൂണിറ്റ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ബോക്സ് യൂണിറ്റ് പോലെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പോൾ മാക്സിമം ഒരു വോള് കംപ്ലീറ്റ്ലി നമ്മൾ കൺസെപ്റ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ TV യൂണിറ്റുകൾ നോർമലി. കുറച്ചുകൂടെ നമുക്ക് വലിപ്പം ഫീൽ ചെയ്യും. യെസ്. കസ്റ്റമർ പേരെന്തായിരുന്നു? ശ്യാം മോഹൻ. അദ്ദേഹം സ്ഥലത്തില്ല, എനിക്കൊന്നും ആള് പുറത്താണ്. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ അദ്ദേഹത്തെ കാണിക്കാനുള്ള നിർവാഹമില്ല. ഇവിടെ ഒരു ഭയങ്കര സ്പേസ് ഉണ്ടല്ലോ, അതായത് ഒരു പന്ത് കളിക്കാനുള്ള സ്പേസ് ഒരു പാറ്റിയോ പോലെയോ അല്ലെങ്കിൽ ഒരു കോട്ടയാട് പോലെയോ സെറ്റ് ചെയ്യാം, അതുപോലെ സെറ്റ് ചെയ്യാൻ തോന്നുന്നു. അതെ അതെ, കാരണം നോർമൽ കേസിൽ നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് ഈ സ്റ്റെയറിനോട് അടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകുന്നതാണ്. പക്ഷെ ഡൈനിങ് നമ്മൾ വേറെ ഒരു സ്പേസിലോട്ട് മാറ്റിയിട്ട് ഒരു ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് സ്പേസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതെ, കൺസ്ട്രക്ഷനെ ഞങ്ങൾ ഇന്റീരിയർ ചെയ്യുന്നോണ്ട് എടുത്ത് പറയാത്താണ്. ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ 6x4 ഗ്ലോസി ടൈപ്പ് ടൈലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിച്ചണിലോട്ട് വരുമ്പോൾ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് മുഴുവൻ വൈറ്റ്, എനിക്ക് തോന്നുന്നു നാനോ G7 ആണെന്ന് തോന്നുന്നു, നാനോ വൈറ്റ് ആണ്. പ്ലസ് ബ്ലാക്ക്, അതായത് ഡബിൾ ടാപ്പറിംഗ് അല്ല ട്രിപ്പിൾ ടാപ്പറിംഗ് ചെയ്തിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് പോയിരിക്കുന്നത്. ഒരു ബൾക്കി തിക്നെസ് ഫീൽ ചെയ്യാനായിട്ടാണ് നമ്മളത് പ്രിഫർ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, ഗ്രേ വൈറ്റ്, പക്കാ ഗ്രേ വൈറ്റ്. ഇത് മുഴുവൻ മറൈൻ പ്ലൈവുഡ് തന്നെ, ഫുൾ മറൈൻ പ്ലൈവുഡ് ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്പെസിഫിക് കോമ്പിനേഷൻ ആണ് ഗ്രാനൈറ്റിന്റെ അണ്ടർ വരുന്ന എല്ലാ ഏരിയയിലെയും കംപ്ലീറ്റ് ഇൻസൈഡ് വരുന്ന കാർക്കേറ്റ് കബോർഡുകൾ, അതായത് കാർക്കേസ് വരുന്നത് കംപ്ലീറ്റ് 3 ലെയർ WPC ആയിരിക്കും. അത് നമ്മുടെ കിച്ചണ്, വർക്ക് ഏരിയ, കോമൺ വാഷ്, ടോയ്ലറ്റ് ഏരിയയിലെല്ലാം ഗ്രാനൈറ്റിന്റെ അകം. കാരണം നാളെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ പോലും വരാതിരിക്കാനാണ് WPC ഇടുന്നത്. കാരണം ഈ ഗ്രാനൈറ്റോ ടൈലോ നമുക്ക് ഈ ബോക്സ് എടുക്കുന്നുണ്ടെ ഒരു പ്രോബ്ലം വരില്ലെന്നുള്ള കൺസെപ്റ്റിലാണ് അങ്ങനെ കൊടുക്കുന്നത്. അതായത് ഇപ്പം ഈ നോർമൽ കേസിൽ ഒരു സിങ്കിന്റെ യൂണിറ്റ് മാത്രമാണ് PVC ഓർ WPC കൊടുക്കുന്നത്. നമ്മൾ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ എൻഡ് തൊട്ട് എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, ഫ്ലോർ യൂണിറ്റ് വരുന്നതിന്റെ ഇൻസൈഡ് കംപ്ലീറ്റ് നമ്മൾ മുകളിൽ നമ്മൾ മറൈൻ പ്ലൈവുഡ് തന്നെ ഉപയോഗിക്കും. കാരണം മൊഡ്യൂൾസ് ആണ്, ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലും നമുക്കിത് റീപ്ലേസ് ചെയ്ത് വെക്കണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഒരു മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. ഇത് എത്ര വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിന്? ഇതല്ല, നമ്മൾ 25 ഇയർ മെറ്റീരിയൽ വാറണ്ടി ഉള്ള മറൈൻ പ്ലൈവുഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 25 ഇയർ. ക്രോക്കറി ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ക്രോക്കറി നമ്മൾ ഈ ഒരു സ്പേസിൽ, കാരണം ഈ കൺസ്ട്രക്ഷന്റെ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ഡക്റ്റ് പോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഒരു ഗ്ലാസ് ഡോർ അതിനകത്തോട്ട് ചെയ്ത് തന്നെ ലൈറ്റിംഗ് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, നമ്മുടെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്? വർക്ക് ഏരിയ നമ്മൾ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ടോളിയൂൺസ് വരുന്നുണ്ട്, റോളിംഗ് ഷട്ടേഴ്സ്, മിക്സി കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് റോളിംഗ് ഷട്ടേഴ്സ് വരുന്നുണ്ട്. അതുപോലെ വെജിറ്റബിൾസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വിക്കർ ബാസ്ക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം ഇവിടെ ഒരു മിനി കിച്ചൺ തന്നെ നമ്മൾ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും, കാരണം ടാൻഡൻ ഡ്രോയേഴ്സും ഫുഡ് ആൻഡ് ഹോബും എല്ലാം ഒരു മറ്റൊരു കിച്ചണിൽ തന്നെ പറയാം സ്പേസ് നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ആക്സസറീസ്, ഇതുപോലുള്ള ആക്സസറീസ് അത്യാവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും, കാരണം കുക്കിങ്ങിന്റെ സമയത്ത് നമുക്ക് കസ്റ്റമറിന്റെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ആയിരുന്നു അവർക്ക് കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിൽ പുൾ ഔട്ടും എല്ലാം ഈ ഒരു സ്പേസിൽ തന്നെ നമ്മൾ മാനേജ് ചെയ്ത് ചെയ്തിരിക്കുന്നു. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് നമ്മൾ അല്ലാതെ സെപ്പറേറ്റ് സിങ്കിന്റെ താഴ്വശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിറ്റർജന്റിന്റെ ഒരു ചെറിയൊരു ഹോൾഡേഴ്സ്, വയർഡ് ആയിട്ടുള്ള ഹോൾഡേഴ്സ്, വയർഡ് അല്ല അല്ലാത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ പുൾ ഔട്ട്സ് പോലത്തെ നമുക്ക് ഹോൾഡേഴ്സുകളും ഉണ്ട്. ഏത് വേണം ചെയ്യാൻ പറ്റും. ആക്സസറി എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഏത് ആക്സസറി വേണം നമുക്ക് കൊടുക്കാൻ? തീർച്ചയായിട്ടും. ആക്സസറി എന്നും എപ്പോഴും ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള സാധനം ആണ് കേട്ടോ. അതെ, ഇപ്പം നിങ്ങളുടെ ഒരു ഓഫർ കിടക്കുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞ് ഈ തണുപ്പോട് കൂടി ആ ഓഫർ അങ്ങ് പോട്ടെ. തീർച്ചയായിട്ടും. നമുക്കിപ്പം വിഷു, ഈസ്റ്റർ പ്രമാണിച്ചും പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നല്ല ചൂടുകാലമാണ്.
നമുക്ക് ഒരു ഫുൾ ഇന്റീരിയേഴ്സ് പ്രോജക്റ്റിന് നമുക്ക് ഈ ഒരു ഏപ്രിൽ ടു മെയ് ക്ലോസിംഗ് വരുന്ന പ്രോജക്റ്റുകൾക്ക് ഒരു AC 110 AC നമ്മൾ ഫ്രീ ഓഫ് ഡെലിവറി ആണ് കൊടുക്കുന്നത്. ഒരു റൂമിലേക്കുള്ള ഒരു AC നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 30-35 റുപ്പീസ് ഇനാം വരുന്ന ഒരു സാധനമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതെ. ഈ സമയത്ത് എടുത്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ചെയ്താൽ മതി. ബുക്കിംഗ് ചെയ്താൽ എല്ലാവരും തുടങ്ങിക്കൊള്ളണമെന്നില്ലല്ലോ. അതെ. ഏപ്രിൽ ടു മെയ്യില് നമുക്ക് ബുക്കിംഗ് വരുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് ബുക്കിംഗ് വരുന്നവർക്കാണ് കേട്ടോ ഈ ഓഫർ ലഭിക്കുന്നത്. അതുകൊണ്ട് ആരും മറക്കേണ്ട, ഓഫർ കൈയോടെ മേടിച്ചോ. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് പോലെ പോയിട്ടുണ്ട് അല്ലേ? അതെ. ആ ഒരു വുഡൻ കളർ. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൗണ്ടർ ടോപ്പ്, താഴെ വന്നിരിക്കുന്ന WPC ഇത് നമ്മുടെ ഡിസൈൻ ആണോ? ഇത് കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഒരു നാനോ വൈറ്റ് കോമ്പിനേഷൻ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ടോപ്പ് ആണ്, മാർബിൾ ടോപ്പ് ആണ് നമ്മൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ചെയർസ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലും നമുക്ക് കസ്റ്റമൈസേഷൻ ധാരാളമായിട്ട് അവൈലബിൾ അല്ലേ ഇതിന്? അതെ, നമുക്ക് ഏതൊരു മോഡൽ കിട്ടിയാൽ പോലും നമുക്ക് അതിനെ നമുക്ക് ഒറിജിനലായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് നേരെ മേപ്പോട്ട് പോയാലോ? അതായത് ഇതിന് അനുസരിച്ചിട്ടുള്ള ഒരു സാധനം ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അതിവിടെ മൊത്തം അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സീലിംഗ് ഉപയോഗിക്കുന്നത്. ഇത് പാനലിംഗ് ആണോ? അത് പാനലിംഗ് ആണ്. ജിപ്സം സീലിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡർ വർക്കും സെൻട്രലിൽ നമ്മൾ അത് മറൈൻ പ്ലൈവുഡിൽ ലാമിനേഷൻ, മൈക്ക ലാമിനേഷൻ ചെയ്ത് ഗ്രൂസ് വരെ നമ്മൾ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡിസൈനിൽ നമ്മൾ ചെയ്ത വർക്കാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇതിന്റെ ടെക്സ്ചർ വർക്ക് ധാരാളം സ്ഥലത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബെഡ്റൂമിലൊക്കെ ചെല്ലുമ്പോൾ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗ്രേ ടെക്സ്ചറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെ. ഗ്രേ ന്യൂട്രൽ കളർ ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന വോൾസിലൊക്കെ. അതിനകത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ലൈൻസ് കൂടെ ഒക്കെ വരുന്നതിന് കുറച്ചുകൂടെ ആ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇനി എടുത്തു പറയേണ്ടത് എന്നും എപ്പോഴും പറയുന്നത് പോലെ തന്നെയുള്ള നമ്മുടെ വാഷിംഗ് ഏരിയ. അതെ. താഴെ ഡോർസ് ഒക്കെ നമ്മൾ ഡോർസിൽ WPCയുടെ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രൂവിങ് എഫക്ട് കിട്ടാനായിട്ട്. അതേ കണ്ടിന്യൂഷൻ നമ്മൾ അതിന്റെ 7 ഫീറ്റിന് മുകളിലോട്ട് നമ്മൾ ആ ഒരു കണ്ടിന്യൂഷൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർക്ക് എങ്ങനെ സാധനം വേണം അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നതാണ് പ്രധാന സംഗതി അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര ബെഡ്റൂമാണ്? നമുക്ക് ഇവിടെ റൂമിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂം. 3 ബെഡ്റൂമിൽ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഇതിന്റെ ഫുള്ള് ഔട്ട് ആൻഡ് ഔട്ട് നമ്മുടെ പ്രൊഡക്ഷൻ അല്ലേ വരുന്നത്? ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് മാട്രസ് ഉൾപ്പെടെ നമ്മളാണ് ചെയ്ത് എടുത്തേക്കുന്നത്. ഹെഡ് ബോർഡ് WPC ലൂവർ ആണ്. അതെ, WPC ഒരു ന്യൂട്രൽ ഒരു ക്യാപ്പച്ചിനോ ലൈറ്റ് ഷെയ്ഡ് ആണ് നമ്മൾ WPC എടുത്തേക്കുന്നത്. അതിൽ തന്നെ ഒരു ഡാർക്ക് വേർഷൻ ആയിട്ടുള്ള ഒരു മെറ്റൽ ഡെക്കർ തന്നെയാണ് എടുത്തേക്കുന്നത്. ഹെഡ് ബോർഡ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. സൈഡ് ടേബിളോടുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഹെഡ് ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റോറേജ് ഉള്ള ബെഡ് കോട്ടാണ്. മറൈൻ പ്ലൈവുഡിലാണ് കംപ്ലീറ്റ്ലി ചെയ്തത്. ഇത് നമുക്ക് മറ്റേ നമ്മുടെ ഹൈഡ്രോളിക് ആയിട്ടും ചെയ്യാം, ഇതുപോലെ ഹൈഡ്രോളിക് ആയിട്ടും ചെയ്യാം, ചെയ്യാൻ സാധിക്കും. ഇതിപ്പോ നമ്മളൊരു പേരന്റ്സ് റൂം കൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും ഉയർത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവിടെ ചെയ്തത് അല്ലേ? ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് വാർഡ്രോബ് ചെയ്തിരിക്കുക. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷനിൽ ഒരു ബേ വിൻഡോ ഇല്ല, പക്ഷേ ഇവരല്ലാതെ ഇന്റീരിയർ ചെയ്തപ്പോൾ ബേ വിൻഡോ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ്, ഫുൾ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ്. തുറന്ന് കാണിക്കുന്നില്ല, ഡ്രസ്സ് അകത്തിരിക്കുന്നുണ്ട്. ഇത് ലോഫ്റ്റ് ഇപ്പൊ അങ്ങനെ അധികം ചെയ്യുന്നുണ്ടോ ഇതിനെ? അത് സാർ നമ്മൾ എപ്പോഴും എല്ലാ യൂണിറ്റിനും, ഈവൻ കിച്ചൺ ആണെങ്കിലും ബെഡ്റൂംസ് വാർഡ്രോബ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ 7 ഫീറ്റിന് മുകളിലോട്ട് അപ്പർ ബെർത്ത് അല്ലെങ്കിൽ ലോഫ്റ്റ് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് സ്ഥിരം എടുക്കാത്ത സാധനങ്ങൾ ഡംപ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ വന്നിരിക്കുന്ന പൊടി, കാരണം ഈ ഫാൻ ഇടുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി വന്ന അലർജി ഇഷ്യൂസുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും പറ്റും. ക്ലോസ് ചെയ്യുവാണല്ലോ, ക്ലോസ് ചെയ്യുക, തീർച്ചയായും ക്ലോസ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും ഈ ലോഫ്റ്റ് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതെ. ഇവിടെയല്ലേ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വന്നിരിക്കുന്നത്? അത് ഡ്രസ്സിംഗ് ഏരിയ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ ആണ് വന്നിരിക്കുന്നത്. മറ്റേ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഒന്നും തുറന്ന് കാണിക്കുന്നില്ല. ബാക്കി ഇവിടെ ആക്സറീസും കാര്യങ്ങളും എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയ, അതായത് അവർ ഡ്രസ്സിങ്ങിനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, അവിടെ നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എന്നതാണ് കാര്യം അല്ലേ? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കണ്ടാൽ മനസ്സിലാവും. അതിന്റെ സംവിധാനങ്ങൾ മുഴുവൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഹെഡ് ബോർഡ്, അതുപോലെ മെറ്റല്, പിന്നെ ഇത് നമ്മൾ മറൈൻ പ്ലൈവുഡ് ചെയ്തിരിക്കുന്ന അതിന്റെ കുഷൻ നമ്മൾ ഈ കോട്ട ശ്രദ്ധിച്ചാൽ അറിയാം. അത് ഫുൾ നമ്മൾ മറൈൻ പ്ലൈവുഡില് കുഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് ടേബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ബാക്കി സ്പേസ് കംപ്ലീറ്റ്ലി അത് അഡോപ്റ്റ് ചെയ്ത് തന്നെയാണ് സൈഡ് ടേബിൾസ്, ലോങ് സൈഡ് ടേബിൾസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന ബ്ലൈൻഡ്സിന്റെ അതേ സംഗതി നിങ്ങൾ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഔട്ടും ഷിയറും ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എല്ലാ വിൻഡോസിനും നമ്മളൊരു ആർക്കിട്രേവ് പാനലിംഗോടെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ കർട്ടനൊക്കെ ഇത്രയും നമുക്കൊരു ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പിന്നെ നോർമലി നമ്മുടെ സീലിംഗിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് മുന്നേ പറഞ്ഞ പോലെ പ്രൊഫൈൽ ലൈറ്റ്സ് പ്ലസ് ജപ്സം സീലിംഗ് ഒക്കെ ചേർത്ത് വന്നിരിക്കുന്ന
ആ ഹെഡ് മറ്റേ കട്ടിലിനോട് ചേർന്ന് വന്നിരിക്കുന്ന അതെ അതെ പ്രൊഫൈൽ ലൈറ്റും പോയിരിക്കുന്നു അല്ലേ. ഇവിടെയാണ് വാർഡ്രോബ്. നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന ഹാൻഡിൽസുകളെല്ലാം അത്യാവശ്യം പ്രീമിയം രീതിയിലുള്ളതാണ്. ലോങ് ഹാൻഡിൽസ് ആണ് യൂസ് ചെയ്തത്. റോസ് ഗോൾഡ് കളറും അല്ലേ. അതെ അതെ. അത് വൈറ്റ് വുഡ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു വർക്കിംഗ് ടേബിള്. യെസ്. വർക്കിംഗ് ടേബിളും അത്യാവശ്യം ലോങ് വർക്കിംഗ് ടേബിള്. അതെ. പ്ലസ് ഈ പറഞ്ഞ ഓപ്പൺ ലെഡ്ജസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയി ഇവർ ചെയ്തിരിക്കുന്നത്. അതെ. ഇതാണ് ഡ്രസ്സിംഗ് ഏരിയ. മാസ്റ്റർ ബെഡ്റൂമിൻ്റെതായിട്ടുള്ള ഡ്രസ്സിംഗ് ഏരിയ ആണ് നിങ്ങൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. ഓപ്പൺ ലെഡ്ജസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ. ഇവിടെ അത്യാവശ്യം സ്പേസും ഉണ്ട്. നല്ല രീതിയിൽ സ്പേസ് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ സ്പേസ് കളഞ്ഞിട്ടില്ല. മുഴുവൻ ആ ഒരൊറ്റ കളറ് ഒറ്റ സാധനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വുഡ് ഒരുപാട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വൈറ്റിനോട് വുഡ് സോളിഡ് കളേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിൽ നിന്ന് റൂഫ് വരെയാണ് നമ്മുടെ എല്ലാ യൂണിറ്റും ഫുൾ ഹൈറ്റ് ആണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് ലോഫ്റ്റ് ഉൾപ്പെടെ കൊടുത്ത് പറഞ്ഞേക്കുന്ന പോലെ. ഇതിനേതൊരു ഗസ്റ്റ് ബെഡ്റൂം ആണോ? ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട്. അത് ക്യൂൻ സൈസ്. രണ്ട് സൈഡിലും സൈഡ് ടേബിൾ പ്ലസ്. എന്നാലും ഇതൊന്നും കുറച്ചിട്ടില്ല. അതെ അതെ. ഗസ്റ്റ് ബെഡ്റൂം ആകുമ്പോൾ ഒരു ഗസ്റ്റ് വന്നാലും അവർക്കും ആ ഒരു ഫീല് നമ്മുടെ ഒരു വീട്ടിൽ നമ്മുടെ ഒരു പേഴ്സണൽ റൂമിൽ ഇരിക്കുന്ന ഒരു ഫീല് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ചെയ്തേക്കാം. ഈ വാൾപേപ്പേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മള് പ്രീമിയം വാൾപേപ്പർ വിത്ത് മെറ്റൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാ പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് ആണ് ഇവിടുത്തെ. പ്ലസ് ഒരു ഉണ്ട്, എന്നാൽ പോലും പ്ലെയിൻ സീലിംഗ് ആണ് പൂർണ്ണമായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ്. അത് 4 ഡോർ വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് ആണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണല്ലോ. അതെ. ഒരു സ്ക്വയർ ടൈപ്പ് തന്നെയാണ് കൺസെപ്റ്റ്. എന്നാലും ഒരു ഡിസൈനകത്ത് അത് ഒരു ചേഞ്ച് കൊണ്ടുവരുത്താനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ചെയ്തിരിക്കുന്നത്. ഇതിനെ ഈ ഏരിയ നിങ്ങൾ ചെയ്ത എല്ലാവരും ഇത് അടിപൊളിയാട്ടോ. നമ്മുടെ ഗ്ലാസിന്റെ പോർഷൻസുകളെല്ലാം നമ്മുടെ വർക്കോസ്കോപ്പി വരുന്നതാണ്. നിങ്ങൾ ചെയ്തേക്കുന്നതാണ്. ടഫൻ ഗ്ലാസ് ആണ് ഇത്. വുഡൻ ടോപ്പ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് മുഴുവൻ നമ്മുടെതല്ലേ? അതെ അതെ. ഇതെല്ലാം നമ്മള് ക്ലയന്റ് വന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ക്ലയന്റുമായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ വീട്ടിലെ കംപ്ലീറ്റ് ലൈറ്റ്സുകൾ. അതുപോലെ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അപ്പർ ഏരിയ. പക്ഷെ അവിടെയും ചെറിയൊരു എലമെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ. ഒരു ചെറിയൊരു കോറിഡോർ ആണ്. അതിന്റെ ആ ഒരു വീതി പോകാതെ തന്നെ നമ്മൾ ചെറിയൊരു ഷോക്കേസ് യൂണിറ്റ് പോലത്തെ ഒരു കൺസെപ്റ്റ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നല്ലേ? അതെ. എപ്പോഴും നമ്മളൊരു സാധനം ചെയ്യുന്നതിന് കസ്റ്റമർ വല്ലാത്ത സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും. ഈ കസ്റ്റമർ എങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നു? തീർച്ചയായിട്ടും. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു പ്രോജക്റ്റ് ഇത്രയും ഭംഗിയാക്കാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ കസ്റ്റമർ ഉണ്ട്. അതായത് ഷ്യാം സാറും സാറിന്റെ വൈഫ് ദിവ്യ മാമും. കാരണം നമ്മളിവിടെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് നമ്മളിപ്പോൾ ഒരു ടോക്കൺ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഡിസൈനിങ്ങിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അക്കൗണ്ട്സിന്റെ ഉണ്ട്. അപ്പം ഓരോ കാര്യങ്ങളും അഡ്വൈസ് ചെയ്ത് നമ്മളൊരു ടീം വർക്ക് പോലെ തന്നെയാണ് പോയത്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ശകലം നമ്മുടെ ഡിലേ വന്നാൽ പോലും നമുക്കൊരു ടൈം തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമുക്കൊരു ടൈം കിട്ടിയാൽ മാത്രമേ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഒരു ഫിനിഷിംഗിൽ നമുക്ക് തീർച്ചയായും സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു മെന്റൽ സപ്പോർട്ട് വേണം. എന്തെങ്കിലും ഒരു ഇത് വന്നാൽ പോലും കുഴപ്പമില്ല, നമുക്കത് ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ള ഒരു സപ്പോർട്ട് ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിന്റെ റിസൾട്ട് നമുക്ക് അത് അവർക്ക് കൊടുക്കാനും പറ്റും. തീർച്ചയായും. അപ്പോൾ ഇത് അപ്പർ ഏരിയയിലുള്ള, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡാണ്. അതെ. ഇതും കിങ് സൈസ് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. രണ്ട് സൈഡിലും സൈറ്റ് ടേബിൾ ഉണ്ട്. ഇതിന്റെ ഹെഡ് ബോർഡ് കിടുക കേട്ടോ. നമ്മൾ ആ ഒരു ടെക്സ്ചറിന്റെ ലൈനിങ് നമ്മൾ ആ ഹെഡ് ബോർഡിലേറ്റും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഹെഡ് ബോർഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. കുഷനാണ് ഹെഡ് ബോർഡ്. ഓക്കെ. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഷിയറും കട്ടൻസ് നമ്മൾ ഈ സീലിംഗ് ഹൈറ്റിൽ നിന്ന് തന്നെ ചെയ്യുന്നോണ്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ആ റൂംസിന്റെ ആ ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ വാർഡ്രോബ്സിന്റെയും ഹൈറ്റ് ഫീൽ ചെയ്യുന്നതിലൂടെയും ലോഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു എഫക്ട് വരുന്നുണ്ട്. വാർഡ്രോബ് നിങ്ങൾ കളർ ചേഞ്ച് ചെയ്തിട്ടില്ല? കളർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഡ്യുവൽ കോമ്പിനേഷൻ ആണ് ഫോക്കസ് ചെയ്തത്. കാരണം എപ്പോഴും ഒരു പ്രീമിയം വരുമ്പോഴത്തേ നമ്മൾ ഒരുപാട് കളറുകൾ ഇങ്ങനെ ഓരോ റൂമിലും അങ്ങനെ കൊടുത്ത് ചെയ്യാതെ ഒരു കൺസെപ്റ്റ് നമ്മൾ കളർ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുണ്ട്, നമ്മുടെ എന്താ പറയാ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ അപ്പുറേ കാണിച്ചതുപോലെ തന്നെ വ്യത്യസ്തം ഡിസൈനിങ്ങിൽ മാത്രമാണ്. പക്ഷെ ബാക്കിയുള്ള മെറ്റീരിയൽസ് കളേഴ്സ് എല്ലാം ഒറ്റ വന്നിരിക്കുന്നത്. നമ്മളൊരു കസ്റ്റമർ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ സക്സസ് ആയോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൽ ഒരു ഷൂറാക്കം ഒരു സീറ്റിംഗ് കൺസെപ്റ്റ് കൊടുത്തേക്കുന്നതാണ്. നമ്മൾ തന്നെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് സ്റ്റോറേജ് ആണ്. അവർക്കതിനകത്ത് ഷൂസ് കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കുഷൻ കൊടുത്തിട്ടുണ്ട്. വൈകിട്ടൊക്കെ വന്നിരിക്കാനും ഒക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരും, ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇപ്പം പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്?
നമ്മളിപ്പം ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പം കോഴിക്കോട്, ട്രിവാൻഡ്രം നമ്മുടെ വർക്കുകൾ ഇന്നത്തെ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി നമ്മുടെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഓൺ ഫാക്ടറി യൂണിറ്റിൽ നിന്നാണ് കംപ്ലീറ്റ് ഏരിയയിലോട്ട് നമ്മുടെ വർക്കുകൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫാക്ടറി കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അതെ അതെ അതെ. അതെന്ന് വെച്ചാൽ ആ ഫാക്ടറി തൊട്ടടുത്തായിരുന്നു നമ്മൾ ആ വീഡിയോ എടുത്തതും. അതെ. അപ്പോൾ പക്ഷേ അവിടെ കസ്റ്റമറും ഉണ്ടായിരുന്നു. സോ നമുക്ക് ഫീഡ്ബാക്കും ചെയ്യാൻ പറ്റി. ഈ ഒരു അവസരത്തിൽ കസ്റ്റമർ ഇല്ല, ഫീഡ്ബാക്ക് നമ്മൾ തന്നെ പറയേണ്ട സാഹചര്യമാണ്. അപ്പോൾ അതാണ് കസ്റ്റമറെ കാണിക്കാത്തത്. കമ്പനി ഇപ്പോൾ പറയുമ്പോഴത്തേക്കും കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ കമ്പനിയെക്കുറിച്ച് എന്താണ് കൂടുതലായിട്ടൊരു കസ്റ്റമർക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ചെയ്യണം? തീർച്ചയായും എന്തുകൊണ്ട് ചെയ്യണം? ആർഷൽ ചെയ്യുന്ന വെച്ചാൽ ആർഷൽ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി നമ്മളൊരു കസ്റ്റമൈഡ് ആയിട്ട് ചെയ്യുന്ന കസ്റ്റമറുണ്ട്. ഇപ്പം നമുക്കൊരു പാക്കേജ് പോലത്തെ കൺസെപ്റ്റുകളൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു പാക്കേജ് എന്ന് പറയുന്ന ഉടനെ ആർഷൽ ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഡിസൈഡ് ചെയ്യുവാണ് ഓരോ സൈസും കാര്യങ്ങളും. കാരണം കസ്റ്റമർ ഇത് ഉപയോഗിച്ചാൽ മതി എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ അവരെ എത്തിക്കുക. പക്ഷെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കംപ്ലീറ്റിലും ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. അതിനകത്തെ ഓരോ സ്പേസും കസ്റ്റമറിന് വേണ്ട രീതിയിൽ നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കണം. മെഷർമെന്റ് പോലും അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഡിസൈനിങ്ങിന് തന്നെയായിട്ട് നമുക്കൊരു ഓഫീസ് സ്പേസ് ഉണ്ട്. അപ്പം നമ്മുടെ ഡിസൈൻസുകൾ മാക്സിമം യൂണീക്ക് ആവാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുതൽ ഇതൊരു ടീം വർക്കാണ്. പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ട്, സൈറ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, കൃത്യമായ സൈറ്റ് ഇൻസ്പെക്ഷൻസുകളുണ്ട്. എല്ലാം കസ്റ്റമറുമായിട്ട് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെയൊക്കെ ഒരു 75% കസ്റ്റമേഴ്സും NRIസും എബ്രോഡ് ഉള്ളവരായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ഒരു ലോഡ് ഫാക്ടറിയിൽ വന്ന് വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കുന്ന വിഷ്വൽസുകൾ വരെ ക്ലയൻറ്റ് നാട്ടിലില്ലാത്തതാണെങ്കിൽ നമ്മൾ അവർക്ക് കൺവേ ചെയ്ത് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസുകൾ അയക്കാറുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൊട്ടേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏത് മെറ്റീരിയലാണോ ആ സെയിം മെറ്റീരിയലായിരിക്കും സൈറ്റിൽ വരുന്നത്. നമ്മുടെ വരുന്ന 500-1000 പീസുകളിൽ ഏത് പീസ് വേണമെങ്കിലും കസ്റ്റമർ പറയുന്നത് വേണം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള മെറ്റീരിയലായിരിക്കും സൈറ്റിൽ വന്ന് കിടക്കുന്നത്. മെറ്റീരിയലിനകത്ത് നമ്മളൊരു കോംപ്രമൈസ് ചെയ്ത് പോകാറില്ല. കാരണം ഇതെന്ന് പറയുന്നത് നമ്മളിത് മുന്നോട്ട് സർവീസാണ് ഈ ഫീൽഡിലെ ഏറ്റവും കൂടുതൽ തലവേദനയുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയുന്നതാണ്, ഒരു പ്രോജക്റ്റ് കഴിയുന്നിടത്തല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് ശേഷമാണ് ഒരു അപ്പം നല്ല പ്രോഡക്റ്റും നല്ല സർവീസ് കൊടുക്കലും മെയിൻ്റെനൻസ് കുറവും വരുമ്പോഴാണ് നമുക്ക് ബിസിനസ് ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ കൂടുന്നത്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള പോയിന്റിൽ കൃത്യമായിട്ട് കസ്റ്റമർ കൊടുക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഇനിയും ഇത് തുടരട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു ജിനെ, താങ്ക് യു സോ മച്ച്. കസ്റ്റമേഴ്സിനടുത്ത് നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റ് കാണിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾക്കറിയാം ഞാൻ കാണിക്കുന്നതെല്ലാം ഒന്നാമത്തത് വളരെ കുറവാണ്, എപ്പോഴും റിപ്പീറ്റാണ്. റിപ്പീറ്റ് ഡിസൈനല്ല, റിപ്പീറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അതിൽ വ്യത്യസ്തതകളുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ഇവർ തരും. കൃത്യമായിട്ടുള്ള സർവീസും അത് ഗ്യാരണ്ടി ആയിട്ട് തരുന്നതായിരിക്കും കേരളത്തിലുടനീളം. തീർച്ചയായിട്ടും. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നേരിട്ട് വിളിച്ചു. വീണ്ടും കാണാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.